ബേസിലിൻ്റെ അഴിഞ്ഞാട്ടം തന്നെ പറയാം. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ബേസിൽ ഒരു രക്ഷയില്ല, ഭയങ്കര പവർഫുള്ളായിട്ട് ആ ഫൈറ്റൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ കഥയേക്കാളും എല്ലാം ഉപരി ബേസിൻ്റെ ഒരു പെർഫോമൻസ് കാണാൻ അതിനകത്ത് പറയാം കേട്ടോ. അതുപോലെ പുള്ളി തകർത്തിട്ടുണ്ട്. ഏതായാലും പെർഫോമൻസ് ബേസിൽ സജിനൊക്കെ ഒരു വാഗ്ദാനമായിട്ട് മാറിയിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക്. ഏതായാലും സജിൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. അത് ലിജോ മോളെല്ലാം എന്ന് വെച്ചാൽ നല്ലൊരു പെർഫോമൻസ് ബേസിലൊരു പടം കാണണമെങ്കിൽ ഏതായാലും പറയാം. ഇൻ്റർവെൽ വരെ ചെറിയൊരു എഴച്ചിൽ പോലെ തോന്നിയായിരുന്നു. ഇൻ്റർവെൽ ഈ പടം വേറെ ലെവലാവുകയാണ്. ഇടിലൻ അത് പക്ക ഒരു ബേസിൽ നിറഞ്ഞാടുന്നു കേട്ടോ. അതിൽ പുള്ളി നല്ലപോലെ പഠിച്ചു ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു ഏരിയയെ പറ്റി അറിയാവുന്നവർക്ക് ഈ പടം പിടിക്കുള്ളൂ. എന്ന് വെച്ചാൽ കൊല്ലത്തെ ഒരു റൂറൽ ഏരിയയിലെ കഥയാണ് കാണിക്കുന്നത്. ശ്രീധരൻ ബേസിൽ ഇതൊക്കെ അവിടെ നടക്കുന്ന കഥകളാണ്. അത് നല്ലപോലെ പുള്ളി ചെയ്തിട്ടുമുണ്ട് ഡയറക്ടർ. കളർക്കിലും കേട്ടോ. ബേസിലെ പെർഫോമൻസിലെ നമ്പർ 1 എനിക്ക് അതങ്ങനെയാണ് തോന്നുന്നത് കിട്ടുന്നത്. ബേസിലിൻ്റെ അഴിഞ്ഞാട്ടം തന്നെ പറയാം. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ബേസിൽ ഒരു രക്ഷയില്ല, ഭയങ്കര പവർഫുള്ളായിട്ട് ആ ഫൈറ്റൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ വിചാരിക്കും പൊന്മാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ആ പേരിൽ തന്നെ ഉണ്ട് ആ കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്കൊരു കഥ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാവും. പിന്നെ സജിൻ ഗോപു അല്ലെങ്കിൽ ലിജോ മോളയിൽ എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. സിമ്പിളായിട്ടുള്ള സിനിമയാണ്. സാധാരണ നാട്ടുമ്പുറത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനത്തെ സിനിമകളാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുള്ളൂ. അതായത് ആളുകൾക്ക് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ് അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പൊന്മാൻ അടിപൊളി, നല്ല കിടിലൻ സ്റ്റോറിയാണ്. നല്ല അടിപൊളി, നമുക്ക് കണ്ടവർക്ക് മനസ്സ് നിറയുന്ന പറഞ്ഞില്ലേ അതുപോലെയുള്ളൊരു പടം. വളരെ സൂപ്പർ. ബേസിലിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും നല്ല അഭിനയം. ഞാൻ ബേസിലിൻ്റെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. കാരണം ഒരു സാധാരണക്കാരൻ്റെ സ്റ്റോറി, ഒരു സാധാരണക്കാരൻ്റെ ജീവിതം എങ്ങനെ കടന്നു പോകുന്നു എന്നൊക്കെയുള്ള പറഞ്ഞിരിക്കുന്ന വളരെ നല്ല സ്റ്റോറി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പടം, നമ്മളെ മനസ്സ് നിറഞ്ഞിറങ്ങി വരും. മൂവി ഞാൻ പറഞ്ഞില്ല, എഴുതിയ ആൾ പിന്നെ മോശമെന്ന് പറയുമോ? ഇല്ലല്ലോ. എഴുതിയ ആൾ മോശമെന്ന് പറയത്തില്ലല്ലോ. അപ്പം മൊത്തം പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കാണുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒക്കെ അറിയാം. എല്ലാ സിനിമകളുടെയും ഭാവി അങ്ങനെയാണ്. നല്ലതായിട്ട് വരട്ടെ. താങ്ക് യു. അത് ഞാൻ പറഞ്ഞില്ല, അതുപോലെയൊക്കെ ജ്യോതിഷൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജ്യോതിഷൊക്കെ വെച്ചാൽ 4-5 വർഷം ജ്യോതിഷ ഇതിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഇമോഷൻസ് കിട്ടാൻ വേണ്ടി ഉള്ള അതിൻ്റെ ആ കഷ്ടപ്പാട് എൻ്റെ കുറേയൊക്കെ അതിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നല്ല രസമുണ്ട്. ബുക്ക് വായിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് തോന്നി. ബുക്ക് വായിച്ചവർക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നമ്മൾ ഈ പറയുന്ന സ്ത്രീധനത്തിനെ പറ്റിയൊക്കെ ഓൾറെഡി സംസാരിക്കുന്നതാണ്. അപ്പം ഭയങ്കരമായിട്ട് ആ ഒരു ചർച്ച ചെയ്ത സബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എല്ലാവരുടെ പെർഫോമൻസും നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ബേസിൽ നല്ല പെർഫോമൻസാണ്. ആനന്ദിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ലിജോ നന്നായിട്ടുണ്ട്. എല്ലാവരും, സജിൻ ഗോപു നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല പടമാണ്. നമ്മൾ ഈ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലൊരു വിഷ്വലൈസേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഡയറക്ടർക്ക് എത്രത്തോളം സ്ക്രീനിലോട്ട് അത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലൊരു സാധനം കാണുമെങ്കിലും സ്ക്രീനിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അത് പാളിപ്പോയല്ലോ. അത് ആ ഒരു കാര്യത്തിൽ ആൾ എത്രത്തോളം എനിക്ക് അങ്ങനെ ഒരു പോരായ്മ തോന്നിയില്ല. ബുക്ക് വായിക്കുന്നതിലും മനോഹരം, അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്ന അതേ ഫീല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.